ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമുക്ക് അക്കൗണ്ടൻസിയിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നോക്കാം. ഓക്കെ, നമുക്കിന്ന് നോക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിലെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് വായിക്കുന്നു: മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, അതാണോ? ഒബ്ജക്റ്റീവ് അല്ലാത്തതാണ്. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓപ്ഷൻ സി, ഡിപ്രീസിയേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഓപ്ഷൻ ഡി, ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ സെയിൽസ്. ഏതാണ് ഒബ്ജക്റ്റീവ് അല്ലാത്തത്? നോട്ടാണ് കേട്ടോ. ഏതാണ് അല്ലാത്തത്? ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ സെയിൽസ്. ഇതാ, ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ സെയിൽസ് ആണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത്. അപ്പോൾ ഇതിന് എക്സ്പ്ലനേഷൻ നോക്കൂ. ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻക്ലൂഡ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, calculating profit and loss, depicting financial position, and providing information to users. Forecasting future sales is not considered a primary objective of accounting. Okay. Any, what qualitative characteristics of accounting information refers to users being able to compare financial statements of different periods or entities? അതിനെന്തെന്നാ പറയുന്ന ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിന്? ഓപ്ഷൻസ് നോക്കൂ: റിലയബിലിറ്റി, റിലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. ഇതിൻ്റെ ആൻസർ എന്താണ്? കമ്പയറബിലിറ്റിയാണ്. Comparability is a key qualitative characteristic of accounting information, allowing users to compare financial statements across different time periods or entities. Okay. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്തേക്കുന്നത് ക്ലാസ് 11 കൊമേഴ്സിൻ്റെ ബുക്കിൽ നിന്നാണ്, അക്കൗണ്ടൻസിയുടെ ക്ലാസ് 11 ബുക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ബേസിക്സ് തൊട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പലരും അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആയിരിക്കില്ല ചിലപ്പം നമ്മൾ HDC ഒക്കെ ചെയ്ത് വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ബേസിക്കലി സയൻസാണ് പഠിച്ചത്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. സോ അതിൻ്റെ ടേംസ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ നമുക്ക് യൂസ്ഫുൾ ആണത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ കറണ്ട് അസെറ്റ്? കറണ്ട് അസെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് ഏതാണ്? ലാൻഡ് ആണോ, മെഷീനറി ആണോ, ഇൻവെൻട്രി ആണോ, ഗുഡ് വില്ലാണോ? ഏതാണ്? ഇൻവെൻട്രി ആണ് കറണ്ട് അസെറ്റ്. ഓക്കെ, നോക്കൂ. ഇൻവെൻട്രി ഈസ് ക്ലാസിഫൈഡ് ആസ് എ കറണ്ട് അസെറ്റ്. കറണ്ട് അസെറ്റ്സ് ആർ ടിപ്പിക്കലി എക്സ്പെക്റ്റഡ് ടു be converted to cash or used up within 1 year or operating cycle. Okay, 1 ഇയർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിനകത്ത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആവുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതായ അസറ്റിനെയാണ് എന്ത് പറയുക? കറണ്ട് അസറ്റ് എന്ന് പറയുക. എന്താണ് കറണ്ട് അസറ്റ്? കട്ടി കുറച്ച് കുറയ്ക്കാം. കറണ്ട് അസറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഇൻവെന്ററി. ഇനി വാട്ട് ടേം റെഫേഴ്സ് ടു ദ ഡോക്യുമെന്ററി എവിഡൻസ് സപ്പോർട്ടിങ് എ ട്രാൻസാക്ഷൻ? ഏതാണ്? ലെഡ്ജർ ആണോ, ജേർണൽ ആണോ, വൗച്ചർ ആണോ, ട്രയൽ ബാലൻസ് ആണോ? ഏതാണ്? ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷന് നമ്മൾ ഒരു ഇടപാട് നടന്നു വെച്ചോ, അതിന് ഡോക്യുമെന്ററി എവിഡൻസ് എന്തെങ്കിലും തെളിവ് വേണ്ട ഇടപാടുന്നതിന്. അതിനെന്താണ് ഉപയോഗിക്കുക? വൗച്ചർ. നമ്മൾ ബാങ്കിലാണെങ്കിലും വൗച്ചറാണ് ഉപയോഗിക്കുക. അതായത് വൗച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് എ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ സച്ച് ആസ് എ ക്യാഷ് മെമ്മോ, ഇൻവോയ്സ് ഓർ എ റെസീറ്റ്. അതിനെയാണ് വൗച്ചർ എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ ബാങ്കിലാണെങ്കിലും ഒരാൾ ക്യാഷ് അടച്ചു ലോണിലേക്ക്, അപ്പോൾ അതിൻ്റെ റെസിപ്റ്റ് കിട്ടും. അതിനെന്ത് പറയും? വൗച്ചർ എന്ന് പറയും. ഓക്കെ, ഇനി വിച്ച് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർ കൺസിഡേർഡ് ഇന്റേണൽ യൂസേഴ്സ്? ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ആരെയാണ്? അതായത് ഓപ്ഷൻ നോക്കൂ: ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ്, മാനേജേഴ്സ്. ഇവരൊക്കെ ഇതിൽ നോക്കൂ. ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ് ഒക്കെ എന്താണ്? ഔട്ട്സൈഡ്, പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. ആ സ്ഥാപനത്തിനകത്തുള്ള ആൾക്കാരല്ല. ആരാണ് ആ സ്ഥാപനത്തിനകത്തുള്ളത്? മാനേജേഴ്സ് ആണ്. ഓക്കെ,
അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതായത് ഈ അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്, അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആർക്കാണ് ഉപകാരപ്പെടുന്നതിൽ ഈ കേസിൽ മാനേജേഴ്സ്. യൂസേഴ്സ് ആർ ക്ലാസിഫൈഡ് as internal and external, with managers and other employees being considered internal users of accounting information. ഓക്കെ, മാനേജേഴ്സും എംപ്ലോയീസിനെ എന്ത് കൺസിഡർ ചെയ്യും? അവരാണ് ഇന്റേണൽ യൂസേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ്? പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതായത് അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി ഫംഗ്ഷൻ നോക്കൂ. ഓപ്ഷൻസ്: ടു മാക്സിമൈസ് പ്രോഫിറ്റ്, ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്, ടു മിനിമൈസ് ടാക്സസ്, ടു മാനേജ് എംപ്ലോയീസ്. ഏതാണ് അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി ഫംഗ്ഷൻ? ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. Which of the following is not a branch of accounting mentioned? ഇതിൽ അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ച് അല്ലാത്തത് ഏതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ടാക്സ് അക്കൗണ്ടിങ്. ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അല്ല. ഓക്കെ, ടാക്സ് അക്കൗണ്ടിങ് ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. Financial accounting, cost accounting, and management accounting are mentioned as branches of accounting, but tax accounting is not listed. ഇനി what does the term capital refer to in accounting? Capital എന്ന് പറഞ്ഞാൽ എന്താണ്? Capital. Options: total assets of the business, money in the bank, amount invested by the owner in the firm, profit earned by the business. ഏതാണ്? amount invested by the owner in the firm. അതായത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർ ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഫണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുക. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇന്റേണൽ ഇവന്റ് ഇൻ അക്കൗണ്ടിങ്? ഓപ്ഷൻസ്: സെയിൽ ഓഫ് മെർച്ചൻഡൈസ് ടു കസ്റ്റമേഴ്സ്, purchase of materials from suppliers, supply of raw materials from stores department to manufacturing department. അതായത് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ടു മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇനി പേയ്മെന്റ് ഓഫ് റെന്റ് ടു ദ ലാൻഡ് ലോഡ്. ഏതാണ് ഇന്റേണൽ ഇവന്റ് ആയിട്ട് പറയുക? അതായത് അകത്തുള്ളൊരു ഇവന്റ് ആയിട്ട് പറയുക ഏതാണ്? സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ടു മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതായത് സ്റ്റോറിനകത്ത് നിന്ന് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് ഇന്റേണൽ ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, an internal event is defined as an economic event that occurs entirely between the internal wings of an enterprise, with this being a specific example provided. Okay. ഇനി what is the difference between profit and gain? പ്രോഫിറ്റും ഗെയിനും തമ്മിൽ വ്യത്യാസം എന്താണ്? ഓപ്ഷൻസ് നോക്കൂ. there is no difference. Profit is from regular business activities. Gain is from incidental events. Gain is always larger than profit. Profit is taxable. Gain is not. Option ഏതാണ്? Profit is from regular business activities. Gain is from incidental events. Okay. Explanation. Profit is defined as excess of revenues over expenses from regular business activities, while gain arises from incidental events like sale of fixed assets. Okay. പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി നമ്മളെ വരവും ചെലവും തമ്മിലുള്ള ഡിഫറൻസിൽ വരവാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ റെഗുലർ ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയും. അല്ലാതെ ഒരു അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ സെയിലൊക്കെ നടന്നിട്ട് നമുക്ക് അതിൽ നിന്നൊരു ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് പ്രോഫിറ്റ് ഉണ്ടാവും, എമൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഗെയിൻ എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഇനി വിച്ച് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എൻഷുവേഴ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയസ്? ഏതാണ് അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ എന്ത് പറയും? ഓപ്ഷൻസ്: റിലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, റിലയബിലിറ്റി, കമ്പാരബിലിറ്റി. ഏതാണ്? ഓപ്ഷൻ സി, റിലയബിലിറ്റി. റിലയബിലിറ്റി മീൻസ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയസ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ് വാട്ട് ഈസ് മെന്റ് ടു റെപ്രസെൻറ്റ്. ഓക്കെ. ഇനി വാട്ട് ഡസ് ദ അക്കൗണ്ടിങ് ടേം ഡ്രോയിങ്സ് റെഫേഴ്സ്? നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഡ്രോയിങ്സ്?
എന്താ പറയുക? ഓപ്ഷൻസ്: സ്കെച്ചസ് ഓഫ് ബിസിനസ് അസെറ്റ്, വിഡ്രോവൽ ഓഫ് മണി അല്ലെങ്കിൽ ഗുഡ്സ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്, ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ, ഡ്രാഫ്റ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഏതാണ്? വിഡ്രോവൽ ഓഫ് മണി അല്ലെങ്കിൽ ഗുഡ്സ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. അതാണ് ആൻസർ. Drawings is defined as the withdrawal of money and or goods by the owner from the business for personal use. അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസയോ സാധനങ്ങളോ ആ ബിസിനസിന്റെ ഓണർ എടുക്കുന്നതിന് എന്ത് ചെയ്യും? സ്വന്തം ആവശ്യത്തിന് കേട്ടോ. അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുക. ഇനി വിച്ച് ആർ ഫോളോയിങ് ഇസ് നോട്ട് കൺസിഡേർഡ് ആൻ അസെറ്റ്? ഏതാണ്? ഇൻവെന്ററി ആണോ, അക്കൗണ്ട്സ് റിസീവബിൾ ആണോ, മെഷീനറി ആണോ, വേജസ് പേയബിൾ ആണോ? ഇതിൽ ഏതാണ് അസറ്റ് അല്ലാത്തത്? അസറ്റ് അല്ലാത്തത് ഏതാണ്? വേജസ് പേയബിൾ ആണ് അസറ്റ് അല്ലാത്തത്. ചെലവല്ലേ? വേജസ് പേയബിൾ ഇസ് എ ലയബിലിറ്റി, നോട്ട് എൻ അസറ്റ്. ദ അതർ ഓപ്ഷൻസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് അസറ്റ്. ഓക്കെ. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്താണ്? Options: to record all financial transactions, to analyze expenditure and ascertain cost of products, to prepare financial statements, to communicate with external stakeholders. ഏതാണ്? to analyze expenditure and ascertain cost of products. അതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ പർപ്പസ്. കോസ്റ്റ് അക്കൗണ്ടിങ് കേട്ടോ. The purpose of cost accounting is to analyze expenditure to ascertain the cost of various products manufactured and fixed prices. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് തന്നെ ഉണ്ട്. നമുക്കറിയാം ICAEE പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നല്ല കോഴ്സാണത്. അത് പഠിക്കുക. ഓപ്ഷൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ. അത് നല്ലൊരു കരിയർ ഓപ്ഷനാണ്. ഇപ്പോൾ ഞാനതിന് CMA ഇൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a non-current asset? Non-current asset ഏതാണ്? ഇതിൽ non-current asset ഓപ്ഷൻസ് നോക്കൂ. ക്യാഷ്, ഇൻവെന്ററി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അക്കൗണ്ട്സ് റിസീവബിൾ. ഇതിലേതാണ് non-current asset? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. Land and building are classified as non-current asset which are expected to provide benefits for more than 1 year. ഒരു വർഷത്തിലധികം ബെനിഫിറ്റ് നമുക്ക് തരുന്ന അസറ്റിനെയാണ് പറയുക നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുക. ഫിക്സഡ് അസറ്റ് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി പർപ്പസ് എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ. ഓപ്ഷൻസ്: to prepare financial statements for external users. Option B, to assist management in decision making and policy formulations. Option C, to calculate taxes owed by the business. Option D, to record daily transactions. The option to assist management in decision making and policy formulation. Okay. Management accounting is designed to provide information to the internal users, particularly management, for decision making and policy formulations. അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഓക്കെ ഇന്റേണൽ യൂസേഴ്സ്, പർട്ടിക്കുലർലി ആർക്കായിരിക്കും? മാനേജ്മെന്റിന്. ഒരു ബിസിനസിന്റെ മാനേജ്മെന്റ് അവർക്ക് എന്തിനാണ്? ഒരു കമ്പനിക്ക് പോളിസീസ് ഉണ്ടാക്കും. അവരെങ്ങനെ ബിസിനസ് റൺ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളത് തീരുമാനം എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ എക്സ്പെൻസ്? എക്സ്പെൻസിന്റെ എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻസ്: സെയിൽ ഓഫ് ഗുഡ്സ്. ഓപ്ഷൻ ബി, പർച്ചേസ് ഓഫ് മെഷീനറി. ഓപ്ഷൻ സി, സാലറി പെയ്ഡ് ടു എംപ്ലോയി. പിന്നെ ഓപ്ഷൻ ഡി, ലോൺ റിസീവ്ഡ് ഫ്രം ബാങ്ക്. ഇതിൽ ഏതാണ് നമുക്ക് എക്സ്പെൻസ്? എക്സ്പെൻസ് ഏതാണ്? സാലറി പെയ്ഡ് ടു എംപ്ലോയി. Expense are costs incurred in the process of earning revenue. Okay. Salaries paid to employees are a typical business expense. What does the accounting term stock refers to? Stock എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ: ഷെയർ ഓഫ് ദ കമ്പനി, മണി ഇൻ ദ ബാങ്ക്, ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ,
ഓഫീസ് എക്യുപ്മെൻറ്റ്സ്. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുക, സ്റ്റോക്ക് എന്ന് പറയുക. In accounting, stock, also called inventory, refers to goods on hand that are available for sale or use in the production process. അതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുക. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് ലയബിലിറ്റി? എന്താണ്? ലോങ് ടേം ബാങ്ക് ലോൺ ആണോ, അക്കൗണ്ട്സ് പേയബിൾ ആണോ, മോർഗേജ് ഓൺ ബിൽഡിംഗ് ആണോ, ഓണേഴ്സ് ഇക്വിറ്റി ആണോ? ഓക്കെ, കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ട്സ് പേയബിൾ ആണ് ഇതിൽ ഓപ്ഷൻ. ഓക്കെ, അതായത് അക്കൗണ്ട്സ് പേയബിൾ ആർ കൺസിഡർഡ് കറണ്ട് ലയബിലിറ്റി ആസ് ദേ ആർ ടിപ്പിക്കലി ഡ്യൂ വിത്തിൻ 1 ഇയർ ഓർ ദ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ടാവും. ആ ഓപ്പറേറ്റിംഗ് സൈക്കിളിനകത്ത് വരുന്നു, അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്തോ ഡ്യൂ ആകുന്ന ലയബിലിറ്റിയാണ് എന്ത് പറയുക, കറണ്ട് ലയബിലിറ്റി എന്ന് പറയുക. ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ലോങ് ടേം ബാങ്ക് ലോൺ അല്ല, വരില്ല. മോർഗേജ് ഓൺ ബിൽഡിംഗ് വരില്ല. ഓണേഴ്സ് ഇക്വിറ്റി അതും വരില്ല. ഇപ്പോൾ ഇതിൽ ഏതാ വന്നേക്കുന്നത്? അക്കൗണ്ട്സ് പേയബിൾ ആണ് കറണ്ട് ലയബിലിറ്റി വന്നേക്കുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ വേണോ ചോദിക്കാം. നമ്മളിപ്പോൾ ബേസിക്സ് മാക്സിമം ഞാൻ കവർ ചെയ്യാൻ വേണ്ടത് ബേസിക് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ടേംസ് നമുക്ക് കേട്ടിട്ടെങ്കിലും ഓർമ്മ കാണും. ഓക്കെ, അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. നോക്കാം. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഓപ്ഷൻസ് നോക്കൂ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് മാൻഡേറ്ററി, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇസ് ഓപ്ഷണൽ. ഓക്കെ, 2 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് ഫോർ എക്സ്റ്റേണൽ യൂസേഴ്സ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇസ് ഫോർ ഇന്റേണൽ യൂസേഴ്സ്. ഓക്കെ, സി 3 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് uses only monetary data, management accounting uses non-monetary data. Option D, financial accounting is done annually, management accounting is done monthly. ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് ഫോർ എക്സ്റ്റേണൽ യൂസേഴ്സ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇസ് ഫോർ ഇന്റേണൽ യൂസേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദ കീ ഡിഫറൻസ് ഈസ് ദ ഇന്റൻഡഡ് യൂസേഴ്സ്. Financial accounting provides information to external stakeholders, while management accounting is for internal user. അതായത് ഇപ്പം സ്റ്റോക്ക് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണെന്നിരിക്കട്ടെ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ ഡീറ്റെയിൽസ് ആരൊക്കെ ആയിരിക്കും നോക്കുക? ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരായിരിക്കും നോക്കുക. അപ്പം അവരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വച്ചേക്കുന്നതെന്ന് പറയുന്നത്. ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, പോളിസി മേക്കിങ്ങിനൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വരിക. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം റവന്യൂ മീൻ ഇൻ അക്കൗണ്ടിങ്? റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻസ് നോക്കൂ. പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ ബിസിനസ്, മണി റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് അസെറ്റ്സ്, ഇൻകം ജനറേറ്റഡ് ഫ്രം ദ മെയിൻ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്, ക്യാഷ് അവൈലബിൾ ഇൻ ദ ബാങ്ക്. ഏതാണ്? ഓപ്ഷൻ സി, ഇൻകം ജനറേറ്റഡ് ഫ്രം ദ മെയിൻ ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ്. അതിനെയാണ് എന്ത് പറയുക? റവന്യൂ എന്ന് പറയുക. റവന്യൂ റെഫേഴ്സ് ടു ദ ഇൻകം ജനറേറ്റഡ് ഫ്രം ദ പ്രൈമറി ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് സച്ച് എ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അതിനെയാണ് പറയുക റവന്യൂ എന്ന് പറയുക. അതായത് നമ്മൾ ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാണ് പർപ്പസ് ഉള്ളത്, ആ ബിസിനസ്സിൻ്റെ ഫങ്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഇൻകത്തിനെയാണ് റവന്യൂ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു എന്ത് പറയാൻ പറ്റും, ഒരു മസാല ഉണ്ടാക്കുന്ന, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, അതിൻ്റെയൊക്കെ മസാലയൊക്കെ ഉണ്ടാക്കുന്ന ഇതാണെങ്കിൽ, ബിസിനസ് ആണെങ്കിൽ അത് വിറ്റുണ്ടാകുന്ന റവന്യൂ ആണ്, ഒരു വിറ്റുണ്ടാകുന്ന പ്രോഫിറ്റിനെയാണ് റവന്യൂ എന്ന് പറയുക. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ കറണ്ട് ലയബിലിറ്റി? കറണ്ട് ലയബിലിറ്റി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. അക്കൗണ്ട്സ് പേയബിൾ, ലോങ് ടേം ബാങ്ക് ലോൺ, വേജസ് പേയബിൾ, ഇൻകം ടാക്സ് പേയബിൾ. ഇതിൽ ഏതാണ് നോൺ കറണ്ട് ലയബിലിറ്റി? ലോങ് ടേം ബാങ്ക് ലോൺ. ഓക്കെ, ബാക്കിയെല്ലാം എന്താണ്? ഒരു കൊല്ലത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അക്കൗണ്ട്സ് പേയബിൾ, വേജസ് പേയബിൾ, ഇൻകം ടാക്സ് പേയബിൾ. ഓക്കെ, ഇനി എ ലോങ് ടേം ബാങ്ക് ലോൺ ഈസ് ടിപ്പിക്കലി ഡ്യൂ ആഫ്റ്റർ 1 month, മേക്കിംഗ് ഇറ്റ് എ നോൺ കറണ്ട് ലയബിലിറ്റി. ഇനി
അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാച്ചിങ് പ്രിൻസിപ്പിൾ ഇൻ അക്കൗണ്ടിങ്? മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉപയോഗം എന്താ? ഓപ്ഷൻസ്: ടു മാച്ച് അസറ്റ്സ് വിത്ത് ലയബിലിറ്റീസ്, ടു മാച്ച് റവന്യൂസ് വിത്ത് എക്സ്പെൻസസ് ഇൻകേർഡ് ടു ഏൺ ദം, ടു മാച്ച് ഓണേഴ്സ് ഇക്വിറ്റി വിത്ത് ലോങ് ടേം ഡെപ്റ്റ്, ടു മാച്ച് കറണ്ട് അസറ്റ് വിത്ത് കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ എന്താണ്? ടു മാച്ച് റവന്യൂസ് വിത്ത് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ടു ഏൺ ദം. അതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾസ്. അതായത് ദ മാച്ചിങ് പ്രിൻസിപ്പിൾ എയിം ടു റെക്കോർഡ് revenues in the same accounting period as the expenses that were incurred to generate those revenues. സിമ്പിൾ ആണ്. ആ ഫിനാൻഷ്യൽ ഇയറിൽ, അപ്പം അത് ഏത് അക്കൗണ്ടിങ് പീരീഡിൽ ഒരു സാധനം നമ്മൾ ഒരു കോസ്റ്റ്, ഒരു സാധനം ഉണ്ടാക്കാൻ എടുത്ത ചിലവും അതിന് കിട്ടിയ ലാഭവും എല്ലാം കൂടെ നോക്കും. അപ്പോൾ അതാണ് എൻ്റെ മാച്ചിങ് പ്രിൻസിപ്പിൾ വരിക. ഇനി വാട്ട് ഡസ് ദ ടേം ഗോയിങ് കൺസേൺ മീൻ ഇൻ അക്കൗണ്ടിങ്? ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ്: ദ ബിസിനസ് ഈസ് ഹൈലി പ്രോഫിറ്റബിൾ, ദ ബിസിനസ് ഈസ് എക്സ്പെക്റ്റഡ് ടു കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് ഫോർ ദ ഫോർസിയബിൾ ഫ്യൂച്ചർ, ദ ബിസിനസ് ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ലിക്വിഡേഷൻ, ദ ബിസിനസ് ഈസ് എക്സ്പാൻഡിങ് റാപ്പിഡ്ലി. ഇതിന് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത് ഏതാണ്? ദ ബിസിനസ് ഈസ് എക്സ്പെക്റ്റഡ് ടു കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് ഫോർ ദ ഫോർസിയബിൾ ഫ്യൂച്ചർ. അതിനെയാണ് ഗോയിങ് കൺസേൺ എന്ന് പറയുക. അതായത് നമുക്ക് ഒരു കുറേ നാളത്തേക്ക് ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും എന്നുള്ള കൺസെപ്റ്റിലാണ് ബിസിനസ്സുകൾ ഫോം ചെയ്യുക. അതിനെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുക. The going concern assumption means that the business is expected to continue its operation for the foreseeable future without the need or intention to liquidate. അതായത് അത് ലിക്വിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ബിസിനസ് ആണ് എന്ന് പറയുന്നതാണ് അക്കൗണ്ടിങ്ങിൽ ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? ഇതിൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ അല്ലാത്ത ഏതാണ്? ഓപ്ഷൻസ്: റിലയബിലിറ്റി, റിലവൻസ്, പ്രോഫിറ്റബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഏതാണ്? പ്രോഫിറ്റബിലിറ്റി. Profitability is not a qualitative characteristic of accounting information. The main qualitative characteristics include reliability, relevance, understandability, and comparability. Okay. ഇനി വാട്ട് ഈസ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? ഓപ്ഷൻസ്: അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി ആണോ? അല്ലെങ്കിൽ ഓപ്ഷൻ ബി അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് മൈനസ് ഓണേഴ്സ് ഇക്വിറ്റി ആണോ? ഓപ്ഷൻ സി ലയബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി ആണോ? ഇനി ഓണേഴ്സ് ഇക്വിറ്റി ഈക്വൽ ടു അസറ്റ് പ്ലസ് ലയബിലിറ്റി ആണോ? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ. അതായത് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അതായത് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ഷോസ് ദാറ്റ് എ കമ്പനീസ് assets are financed by either liabilities or ഓണേഴ്സ് ഇക്വിറ്റി. അതാണ് ഇതിലെ കൺസെപ്റ്റ്. അതായത് ഒരു കമ്പനിയുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന്, ആ കമ്പനി വാങ്ങിക്കുന്ന ലോണ് പോലത്തെ ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ അതിൻ്റെ ഓണറുടെ എന്തായിരിക്കും? ഇക്വിറ്റി. ഓണർ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതും കൂടെ ആയിരിക്കും ആ ടോട്ടൽ അസറ്റ് എന്നുള്ള കൺസെപ്റ്റ്. അതാണ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റീസ്, അതായത് ബാങ്ക് ലോൺ പോലുള്ള ലയബിലിറ്റീസ്, അതും ഓണറിൻ്റെ ഇക്വിറ്റി എന്നാണ് ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ്: ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. Option B, the allocation of the cost of an asset over its useful life. Option C, the market value of an asset. Option D, the cost of maintaining an asset. ഏതാണ്? ഓപ്ഷൻ ബി, the allocation of cost of an asset over its useful life. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിപ്രീസിയേഷൻ ഇസ് എ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് എ ലോങ് ടേം അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയും, ഇപ്പം നമ്മൾ ബാങ്കിലാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്,
ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു മേശ, കസേര, ഇതെല്ലാം വരും. ഇപ്പം ഇങ്ങനെയുള്ള ലോങ് ടൈമിലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് ഓരോന്നിനും ഓരോ ഡിപ്രീസിയേഷൻ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 33% വെച്ച് കൊടുക്കാറുണ്ട്, 10% വെച്ച് കൊടുക്കാറുണ്ട്. ഓരോ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ അസറ്റിനും നമ്മൾ ഡിപ്രീസിയേഷൻ കണക്കാക്കി അതിൻ്റെ വാല്യൂ കുറച്ച് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ബാങ്കിലാണെങ്കിലും ചെയ്യാറ്. ഓരോ സാധനത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ. ഓക്കെ, അത് നിങ്ങൾ ജോലി കയറുമ്പോൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എൻ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അതായത് ഒരു 10,000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണെങ്കിൽ ഓരോ 10% വെച്ച് ഇങ്ങനെ കുറച്ച് കൊണ്ടുപോകും. ഓക്കെ, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം. അതായത് വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്? ഓപ്ഷൻസ് നോക്കൂ. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓണേഴ്സ് ഇക്വിറ്റി. ഇത് ഏതാണ്? ബാലൻസ് ഷീറ്റ്. Balance sheet presents a snapshot of a company's asset, liabilities and owner's equity at a specific point of time. ഓക്കെ, ഇതൊരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റും ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഒരു ദിവസത്തേക്കാണ് എടുക്കുക. ഒരു ദിവസമാണ് അതിൻ്റെ കണക്ക്. ആ ഒരു ദിവസത്തിൽ ഇതാണ് ഇതിൻ്റെ ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് കാണിക്കുക. ഇനി വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് എ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസിൻ്റെ പർപ്പസ് എന്താണ്? Option: to calculate profit or loss, to check the equality of debts and credits, to prepare the final accounts. Option D: to record daily transactions. എന്തിനാണ് ട്രയൽ ബാലൻസ് ഉപയോഗിക്കുക? ഓപ്ഷൻ ബി: to check the equality of debts and credits. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും ഇക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് യൂസ് ചെയ്യുക. A trial balance is prepared to ensure that the total of all debit balances equals to total of all credit balances, verifying the mathematical accuracy of the ledger. Okay, അതായത് ട്രയൽ ബാലൻസ് എന്ത് ചെയ്യും? ഡെബിറ്റിൻ്റെ ടോട്ടൽ ബാലൻസും ക്രെഡിറ്റിൻ്റെ ടോട്ടൽ ബാലൻസും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ ആക്യുറസി, മാത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി, ലെഡ്ജറിൻ്റെ മാത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് യൂസ് ചെയ്യുക. ഒരു സാധനം ഒരു വാങ്ങുന്നെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനം പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോഴായിരിക്കുമല്ലോ ഒരു സാധനം തിരിച്ച് ഇങ്ങോട്ട് കിട്ടുക. അപ്പോൾ അത് ഈക്വൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഗ്യാപ്പ് എന്ന് പറഞ്ഞത്. വാട്ട് ഡസ് GAAP സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻസ്: ജനറൽ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ്, generally accepted accounting principles, global accounting and auditing practices, generally applied accounting practices. ഇതിൽ ഓപ്ഷൻ ഏതാണ്? ആൻസർ ബി, generally accepted accounting principles. GAAP refers to a common set of accounting principles, standards and procedures that the companies must follow when compiling their financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഒരു കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. ഇങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, GAAP. ഓക്കെ, ഗ്യാപ്പ്. ഇനി വാട്ട് ഈസ് മെൻ ബൈ ദ ടേം ലിക്വിഡിറ്റി ഇൻ അക്കൗണ്ടിങ്? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? The ability of a company to pay its long-term debts ആണോ? The ability of a company to convert assets into cash quickly ആണോ? The profitability of a company ആണോ? The total value of company's asset ആണോ? ഓപ്ഷൻ ബി ആണ് ആൻസർ. The ability of a company to convert assets into cash quickly, അതിനെയാണ് liquidity എന്ന് പറയുന്നത്. Liquidity refers to how easily a company can convert its assets into cash to meet short-term obligations. ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് പെട്ടെന്നുള്ള ചിലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനിക്ക് എത്ര പെട്ടെന്ന് ഒരു അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കറിയാവുന്നുള്ള പോലെ ചെയ്യാം. ഓക്കെ, ഈ ടൈം എനിക്കും കുറവാണ്, എന്നാലും ഞാൻ മാക്സിമം
തീർത്തരാൻ നോക്കാം. ഓക്കെ, ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടെ. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ജേണൽ ഇൻ അക്കൗണ്ടിങ്? ഒരു ജേണൽ, അക്കൗണ്ടിങ്ങിലെ ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ: ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, to classify transactions into different categories, to prepare financial statements, to check the accuracy of financial records. ഓപ്ഷൻ എ ആണ്. എന്താണ്? ടു റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ ഉണ്ടാവുമല്ലോ ഓരോ ദിവസവും. ഇപ്പോൾ ഇന്ന് കുറേ ഇപ്പോൾ ബാങ്കിൻ്റെ കേസിലാണ്, ഇന്ന് കുറേ ക്യാഷ് ലോണിലോട്ട് പേയ്മെൻറ്റ് വന്നു, ഇന്ന് കുറച്ച് ഡെബിറ്റ് പേയ്മെൻറ്റ് പോയി, ഇതെല്ലാം വരുമല്ലോ, ഓരോ ട്രാൻസാക്ഷൻസ് വരുമല്ലോ. അതേപോലെ ഈ ട്രാൻസാക്ഷൻസിനെയൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ക്രോണോളജിക്കലിൻ്റെ ബേസിൽ, അതായത് ഡേറ്റ് വൈസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ജേണൽ എന്ന് പറയുക. എ ജേണൽ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആസ് ദേ ഒക്കർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് എ ക്യാഷ് ഡിസ്കൗണ്ട്? നോക്കൂ, ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും എന്താണെന്നാണ്. ട്രേഡ് ഡിസ്കൗണ്ട്, then cash discount. Options: trade discount is for bulk purchases, cash discount is for early payment. Option B: trade discount is for early payment, cash discount is for bulk purchases. Option C: trade discount is for credit sales, cash discount is for cash sale. There is no difference between the two. ഓപ്ഷൻസ് ഇത്രയാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഏത് എഴുതും? ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബൾക്ക് പർച്ചേസുകൾ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇനി ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കൊടുക്കാനുള്ള ആൾ നേരത്തെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുക. And explanation: a trade discount is typically offered for bulk purchases, while a cash discount is given as an incentive for early payments of invoices. Okay, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Okay, then what is the accrual basis of accounting? Accrual basis of accounting എന്ന് പറഞ്ഞാൽ എന്താണ്? Accrual basis of accounting. Options: recording transactions only when cash is paid or received or paid. Recording revenues when earned and expenses when incurred. Recording transactions at the end of the accounting period. Recording transactions based on future expectations. ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. അതായത് recording revenues when earned and expenses when incurred. അതായത് the accrual basis recognizes economic events regardless of when cash transactions occur. Recording revenues when earned and expenses when incurred. അതായത് പൈസ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ നോക്കുന്നത്. എന്താണ് ചെയ്യുക? അങ്ങോട്ടൊരു ഇവൻറ്റ് നടക്കുമ്പോഴത്തേക്ക് അതിനെ റെക്കോർഡ് ചെയ്യുക. അതായത് റവന്യൂ കിട്ടുമ്പോഴത്തേക്ക് അതിനെ റെക്കോർഡ് ചെയ്യും, എക്സ്പെൻസ് നടക്കുമ്പോൾ അതിനെയും റെക്കോർഡ് ചെയ്യും. അതാണ് അക്രൂവൽ ബേസ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് റവന്യൂസ് വെൻ ഏൺഡ് and expenses when incurred. ശ്രദ്ധിച്ചോണം, റിഗാർഡ്ലെസ് ഓഫ് ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ എന്നാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ നോക്കിയിട്ടല്ല, അല്ലാതെ എപ്പോഴാണോ സംഭവിക്കുന്നത് അതാണ് റെക്കോർഡ് ചെയ്യാൻ അക്രൂവൽ ബേസ് പറയുക. ഇനി അടുത്ത കൺസെപ്റ്റ് നോക്കൂ, കോൺട്രാ അക്കൗണ്ട്. കേട്ടിട്ടുണ്ടോ? കോൺട്രാ അക്കൗണ്ട്. വാട്ട് ഈസ് എ കോൺട്രാ അക്കൗണ്ട്? Option: an account that increases the balance of its related accounts, an account that has no effect on its related accounts, an account that decreases the balance of an account that decreases the balance of its related account, an account used for international transactions. ഏതാണ് കോൺട്രാ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് an account that decreases the balance of its related account ആണ് കോൺട്രാ എന്ന് പറയുന്നത്. A contra account is used to reduce the value of the related accounts on the balance sheet. For example, accumulated depreciation is a contra asset account. Okay. ഒരു അസറ്റ് റിലേറ്റഡ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഡിക്രീസ് ചെയ്യുന്നെങ്കിൽ അതിനെ കോൺട്രാ അക്കൗണ്ട് എന്ന് പറയും.
ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പെറ്റി ക്യാഷ് ഫണ്ട്? പെറ്റി ക്യാഷ് ഫണ്ട് എന്ന് എന്താണ്? പെറ്റി ക്യാഷ് ഫണ്ട് ഓപ്ഷൻ to pay large expenses. Option B, to handle minor routine cash disbursements. Option C, to record sales transactions. Option D, to manage long-term investments. Option B ആണ് അതായത് to handle minor routine cash disbursements. A petty cash fund is used for small everyday expenses that are impractical to pay by check or credit card. ചെക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ഡെയിലി, അതായത് ബിസിനസ്സിൻ്റെ കാര്യമാണ് പറയണത്. പെറ്റി ക്യാഷിന്, അതായത് ഒരു ചെറിയ ഫണ്ട് മാറ്റി വെച്ചേക്കും പെറ്റി ക്യാഷ് ബുക്കിൽ, അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്നിട്ട് അതിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുക്കും ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട്. ഒരു പെറ്റി ക്യാഷർ ഉണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റാണ്. സംഭവം ഇതാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബാലൻസ് ഷീറ്റ് ആൻഡ് എൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്? ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഓപ്ഷൻ എ ബാലൻസ് ഷീറ്റ് ഷോസ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് പ്രോഫിറ്റബിലിറ്റി. ഇനി ഓപ്ഷൻ ബി, എ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് മന്ത്ലി ആൻഡ് ഇൻകം സ്റ്റേറ്റ് ആനുവലി. Option C, a balance sheet is for internal use, income statement is for external use. There is no difference. They are two names of the same statement. ഇങ്ങനെ ഓപ്ഷൻ തന്നെ നിങ്ങൾ ഏത് എഴുതും? ഓപ്ഷൻ എ, a balance sheet shows financial position, okay, and income state shows profitability. A balance sheet represents asset, liabilities, equity at a point of time, while income statement shows revenues, expenses, profit over a period of time. Okay, ഇതാണ് ഇതിൻ്റെ നോക്കേണ്ട കാര്യം. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് കാണിക്കും, ലയബിലിറ്റി കാണും, കമ്പനിയുടെ ഇക്വിറ്റി അതൊക്കെ കാണിക്കും. ഒരു പോയിന്റ് ഓഫ് ടൈമിലുള്ളതാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുക. പിന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ കാണിക്കുക? വരവും ചെലവും കാര്യങ്ങളും പ്രോഫിറ്റും ഒക്കെ കാണിക്കും. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലെഡ്ജർ ഇൻ അക്കൗണ്ടിങ്? ലെഡ്ജറിൻ്റെ ഉപയോഗം എന്താണ്? ലെഡ്ജർ ഓപ്ഷൻ to record transactions chronologically, to classify and summarize transactions by account. Option C, to prepare financial statements. Option D, to store receipts and invoices. ഇനി അതിൻ്റെ ഓപ്ഷൻ ആൻസർ എന്താണ്? To classify and summarize transactions by account. ഓക്കെ, അതാണ് ലെഡ്ജറിൻ്റെ ഉപയോഗം. A ledger is used to organize and categorize transactions into specific accounts, providing a summary of all financial activities affecting each account. നമുക്കറിയാം, ജേർണലിൽ നിന്ന് എടുത്ത് ലെഡ്ജറിലോട്ട് എഴുതും. അത് ഓർഗനൈസ് ചെയ്യും. അത് ഓരോ ടൈപ്പ് ട്രാൻസാക്ഷനെയും നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജറിലോട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കും. അതിനാണ് ലെഡ്ജറിൻ്റെ ഉപയോഗം. എ ലെഡ്ജർ ഈസ് യൂസ്ഡ് ടു ഓർഗനൈസ് ആൻഡ് കാറ്റഗറൈസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു സ്പെസിഫിക് അക്കൗണ്ട്സ്, പ്രൊവൈഡിങ് എ സമ്മറി ഓഫ് ഓൾ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അഫക്റ്റിംഗ് ഈച്ച് അക്കൗണ്ട്. ഓക്കെ, then what is the working capital? Working capital എന്ന് എന്താണ്? Working capital. Okay. Option total asset of a company. Option B, long-term investment. Option C, current asset minus current liability. Option D, fixed asset of a company. Option ഏതാണ്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Working capital represents the short-term financial health of a company, calculated as a difference between current asset and current liability. അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Then what is the purpose of an audit? ഓഡിറ്റിന്റെ പർപ്പസ് എന്താണ്? To prepare financial statements, to record daily transactions, to verify the accuracy and fairness of a financial statements, to calculate tax owed. ഓക്കെ, ഓഡിറ്റിൻ്റെ ഉപയോഗമാണ് ചോദിക്കുന്നത്. ഓഡിറ്റ്. ഓക്കെ, അതിൻ്റെ ആൻസറാണ് ടു വെരിഫൈ ദ ആക്യുറസി ആൻഡ് ഫെയർനെസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം നമുക്ക് ബാങ്കിലാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ വന്നിട്ട് എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യും. അതായത് നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടാണോ എന്നുള്ളത് പരിശോധിക്കുകയാണ് അവർ വരിക. ഓക്കെ, പോരാത്തിന് റിസർവ് ബാങ്കിൻ്റെ ഓഡിറ്റ് ഉണ്ടാവും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇവരെ വെച്ചിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യും.
An audit is conducted to provide an independent opinion on whether financial statements are free from material misstatements and present a true and fair view. Okay, അതാണ് audit. Then, what is the difference between bookkeeping and accounting? നിങ്ങൾ കേട്ട് പരിചയമുള്ള ആൾക്കാരായിരിക്കും ബുക്ക് accounting തമ്മിലുള്ള ഡിഫറൻസ്. Option: bookkeeping is more complex than accounting. Option B: bookkeeping focuses on recording transactions. Accounting is on interpreting and analyzing financial data. Bookkeeping is done annually. Accounting monthly. There is no difference between the two. Option ഏതാണ്? Bookkeeping focuses on recording transactions. Accounting on interpreting and analyzing financial data. അതായത് ബുക്ക് കീപ്പിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യും, അതിനെല്ലാം എഴുതി വയ്ക്കും. അക്കൗണ്ടിങ്ങിന് എന്തെന്ന് വെച്ചാൽ ഈ ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജാണ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഡേറ്റ അവരെന്ത് ചെയ്യും? അനലൈസ് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും. ഓക്കെ. Bookkeeping involves a systematic recording of financial transactions, while accounting encompasses a broader scope including analysis, reporting, and interpretation of financial information. What is a contingent liability? ഈ contingent liability എന്ന് പറഞ്ഞാൽ എന്താണ്? Contingent liability and option: a definite future obligation. Option B: a possible obligation that depends on future events. Option C: a past obligation that has been settled. Option D: an obligation to employees. And option ഏതാണ്? A possible obligation that depends on future events. അതിനെയാണ് എന്ത് പറയുക? കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറയുക. A possible obligation that depends on future events. അതായത് ഈ കണ്ടിജന്റ് ലയബിലിറ്റി is a potential liability that may occur depending on the outcome of an uncertain future event. അതായത് സംഭവം വേറൊന്നുമില്ല. അതായത് കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഈ ഒരു ലയബിലിറ്റി ചിലപ്പോൾ നമ്മളെ ബിസിനസ്സിനുണ്ടാവാം, ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഇതിനുണ്ടാവാം, ഇങ്ങനൊരു പ്രശ്നം വരാം, അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിന് ഇങ്ങനൊരു ലയബിലിറ്റി വന്നേക്കാമെന്ന് പറയുന്നതിനെയാണ് ഫ്യൂച്ചറിൽ നമുക്ക് അറിയില്ല അങ്ങനൊരു സംഭവം വരെ പോസിബിലിറ്റിയാണ് പറയുന്നത്. അതിനെയാണ് കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറയുക. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്? നോക്കൂ, ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതിന്റെ പർപ്പസ് ആണ് ചോദിക്കുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, BRS എന്ന് പറയും നമ്മൾ. To record bank transactions, to compare the bank statements with the company's record and explain any difference, to calculate interest earned on bank deposit, to prepare financial statements. ഇതിന് എന്തിനാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക? ഓപ്ഷൻ ബി ആണ്. എന്താണ്? ഓപ്ഷൻ ബി. To compare the bank statement with the company's record and explain any difference. അതിനെയാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ എന്ന് പറയുക. അതായത് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കമ്പനിയിൽ ഉള്ള ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ടാവും, അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. Explanation: a bank reconciliation statement is prepared to ensure that the company's cash records match the bank's record, explaining any discrepancies. അതിനെയാണ് ഇത് പറയുക, ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. Then, what is the conservatism principle in accounting? ഈ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ: ഓൾവേസ് അണ്ടർസ്റ്റേറ്റ് അസറ്റ് ആൻഡ് ഓവർസ്റ്റേറ്റ് ലയബിലിറ്റീസ്. Option B: when in doubt, choose the opinion that will result in higher reported income. When in doubt, choose the option that will result in lower asset or higher liabilities. Option D: always use the most optimistic estimates in financial reporting. And the answer is when in doubt, choose the opinion that will result in lower asset or higher liabilities. വേറൊന്നുമില്ല സംഭവം. The conservative principle suggests that when faced with uncertainty, accountants should choose the option that is likely
ടു ഓവർസ്റ്റേറ്റ് അസറ്റ് ആൻഡ് ഇൻകം. അതായത് അക്കൗണ്ടിങ് നമുക്കിപ്പോൾ അൺസെറ്റിനെ ഇരിക്കുന്ന സമയത്ത് എന്തെന്ന് വെച്ചാൽ അസറ്റ് കിട്ടാനുള്ള ഇപ്പോൾ അസറ്റ് എന്തെങ്കിലും ലോവറായിട്ട് കാണിക്കുകയും ലയബിലിറ്റി കൂടുതലായിട്ട് കാണിക്കുകയും ചെയ്യും. ഓക്കെ. Then what is the difference between a trial balance and a balance sheet? Balance sheet in trial balance തമ്മിൽ വ്യത്യാസം. Option A. A trial balance is prepared daily, a balance sheet annually. A trial balance is all accounts with their balances. A balance sheet summarizes asset, liabilities, and equity. A trial balance is for internal use only, a balance sheet for external use. There is no difference. There are two names of the same report. And the option answer ഏതാണ്? B. A trial balance lists all accounts with their balances. Trial balance എന്ത് ചെയ്യും? All accounts with their balances. A balance sheet summarizes asset, liabilities, and equity. Okay. A trial balance is an internal document listing all accounts and their balances to check for errors, while balance sheet is for formal financial statement summarizing a company's financial position. നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തേക്ക് ഉള്ളതായിരിക്കും നമ്മൾ കാണിക്കുക. ആ ദിവസം കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയും എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കും. ട്രയൽ ബാലൻസിനകത്ത് എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് ആണ്. അത് അക്കൗണ്ട്സും അതിൻ്റെ ബാലൻസും എറേഴ്സൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഇത്രയും വെച്ചിട്ട് ഒരു 45 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഉണ്ട്. ഇത് വെച്ചിട്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തത്. എൻ്റെ ബാലൻസ് അടുത്തൊരു പാർട്ട് 2 ആയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ.